നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സ്വന്തം അമ്മയോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ ഒരു മകനും അത് സഹിക്കാൻ കഴിയില്ല. എത്ര അടുത്ത സുഹൃത്താണെങ്കിലും അവർക്ക് മാപ്പ് കൊടുക്കില്ല. കോഴിക്കോട് ഓട്ടോ ഡ്രൈവറുടെ കൊലപാതകത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിനെ കൊലപ്പെടുത്തിയത് സുഹൃത്തിന്റെ അമ്മയോട് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് ഈ പേഴ്സണൽ എനിമിറ്റി, വ്യക്തിപരമായ വൈരാഗ്യമാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് നയിക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ്. കാരണം സ്വന്തം അമ്മയോട് അപമര്യാദയായി പെരുമാറിയത് ബന്ധുവായ ശ്രീകാന്ത് ഇത്തരമൊരു പെരുമാറിയത് ഒരു തരത്തിലും അംഗീകരിക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ഈ ശ്രീകാന്തിൻ്റെ കാറ് പൂർണ്ണമായും കത്തിച്ചു, മണ്ണെണ്ണ ഒഴിച്ചു. അതിപ്പോൾ ശ്രീകാന്ത് ഈ കാറിനകത്ത് ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ കാറ് മാത്രം കത്തിച്ച് പ്രതികാരം തീർക്കണമോ എന്ന് കരുതിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അക്കാര്യത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്തരത്തിൽ കാറ് കത്തിച്ച ശേഷവും ശ്രീകാന്തിൻ്റെ പക അടങ്ങിയില്ല. ഇതിനുശേഷമാണ് ഈ ഞായറാഴ്ച രാത്രിയോടുകൂടി ഈ മദ്യപിച്ച് അബോധാവസ്ഥയിലൊക്കെ ആയ നിലയിൽ ബീച്ച് പരിസരത്ത് വെച്ച് ഈ ശ്രീകാന്തിനെ ധനീഷ് വീണ്ടും കാണുന്നത്. അതിനുശേഷം കൃത്യമായൊരു നിരീക്ഷണത്തിൻ്റെ കീഴിൽ ആക്കുകയും ചെയ്തു. പിന്നീടാണ് അർദ്ധരാത്രിയോടുകൂടി വീണ്ടും ഈ സ്ഥലത്ത് എത്തിയത്. അപ്പോഴും ഈ ശ്രീകാന്തിനൊപ്പം ചില സുഹൃത്തുക്കളുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് കൃത്യം നടത്താതിരിക്കുകയും പുലർച്ചയോടെ 3:00 വീണ്ടും ഈ ധനീഷ് ഈ സ്ഥലത്തേക്ക് എത്തി. അപ്പോൾ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം നേരത്തെ കസ്റ്റഡിയിൽ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾ പൂർണ്ണമായും അബോധാവസ്ഥയിലായ രീതിയിൽ ഉറങ്ങുകയായിരുന്നു. മറുവശത്താണ് ഉണ്ടായിരുന്നത്. ഈ ആക്രമിക്കാനായി എത്തിയപ്പോൾ തന്നെ ഈ കുതിരി ചാടി മറുവശത്തേക്ക്, റോഡിൻ്റെ മറുവശത്തേക്ക് ചാടി അവിടെ ഇട്ട് വീണ്ടും വെട്ടുകയായിരുന്നു. അങ്ങനെ 18 വെട്ടുകൾ ആ ശരീരത്തെ ഏർപ്പെടുത്തി എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയേണ്ടി വരും. നേരത്തെ ചില അടിപിടി കേസുകളിൽ ഈ ധനീഷ് പ്രതിയായിരുന്നു. തികച്ചും ഈ കാരണം മാത്രമാണോ ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായ ആലോചനകൾ നടത്തുകയാണ്. നേരത്തെ കാർ കത്തിച്ച സംഭവം ബീച്ചിൽ വൈകുന്നേരം മുതൽ പരിശോധിക്കേണ്ട വിഷയമാണ്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ശ്രീകാന്ത് നിരവധി കേസുകളിൽ പ്രതിയാണ്. ധനേഷിൻ്റെതും ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ധനേഷും. അങ്ങനെ അതായത് കൃത്യമായൊരു ആസൂത്രണം ഈ സംഭവത്തിന് പിന്നിലുണ്ട്, ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട്. ധനേഷ് തനിച്ചാണോ കൃത്യം നടത്തിയത്? ഇയാൾക്ക് സഹായത്തിനായി, കാരണം ശ്രീകാന്തിനെ പോലെ ഒരു ഗുണ്ടാ പശ്ചാത്തലമുള്ള, ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ തനിച്ച് പോയി ആക്രമിക്കുന്നു. അത് പോലീസ് വിശ്വസിക്കുന്നുണ്ടോ? അതോ ഇയാൾക്ക് ഈ കൊലപാതകം നടത്തുന്നതിനും അതിനു മുൻപ് ഈ കാറ് കത്തിക്കുന്നതിനും ഒക്കെ ആരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നോ ധനേഷിന്? നിലവിൽ പോലീസ് പറയുന്നത് ഒറ്റയ്ക്ക് നടത്തിയ കുറ്റകൃത്യം എന്ന രീതിയിൽ തന്നെയാണ്. മറ്റുള്ള ആളുകൾ ഈ കേസിൽ പങ്കെടുത്തു അല്ലെങ്കിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തു എന്നതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ ഇനിയും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ശ്രീകാന്തിൻ്റെ കാറ് കത്തിച്ചതുമായി ബന്ധപ്പെട്ട്. കാരണം പലപ്പോഴും ഈ ശ്രീകാന്ത് ഇത്തരം വീടിനകത്ത് കിടന്നുറങ്ങുന്ന ആളല്ല, രാത്രി പതിവായി മദ്യപിക്കുന്ന ആളാണ്. അതിനുശേഷം പലപ്പോഴും ഓട്ടോറിക്ഷയിലോ കാറിലുമൊക്കെ കിടന്നാണ് ഉറങ്ങുന്നത്. ഇത്തരത്തിൽ പുറത്ത് കിടന്നുറങ്ങുന്ന ആളാണ് എന്നത് കൃത്യമായി ഈ ധനീഷിന് അറിയാം. പ്രത്യേകിച്ചും കാറിൽ പലപ്പോഴും കിടന്നുറങ്ങുന്ന ആളാണെന്ന് അറിയാം. അതുകൊണ്ടാണ് കാർ കത്തിച്ച് ഇയാളെ കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. പക്ഷേ ആ സമയത്ത് ശ്രീകാന്ത് കാറിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാർ കത്തിയുകൊണ്ടാണ് പിന്നീട് അടുത്ത ദിവസം ഈ ഓട്ടോറിക്ഷയിൽ കിടന്നുറങ്ങാൻ എന്ന വഴി ഈ ശ്രീകാന്ത് തിരഞ്ഞെടുക്കുകയും ആ സമയം കൃത്യമായി മനസ്സിലാക്കുകയും, കാരണം അടുത്ത പരിചയക്കാരും ബന്ധുവൊക്കെ ആയതുകൊണ്ട് അയാൾ ഏതൊക്കെ സമയത്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി അറിയാം. അതുകൊണ്ട് അങ്ങനെ കൃത്യമായി കരുതിക്കൂട്ടിയാണ് ഈ കൃത്യം ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റ് ആളുകളുടെ ഒരു ഇടപെടൽ ഈ കേസിൽ അല്ലെങ്കിൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. കേട്ടോ. അനീഷ്, ഈ കാർ കത്തിച്ചു, കഴിഞ്ഞ ദിവസം കാർ കത്തിച്ച് ശ്രീകാന്തിനെ കൊലപ്പെടുത്താനായിരുന്നു ശ്രമമെന്ന് പറയുന്നുണ്ട്. അന്ന് സംഭവം നടന്ന് പിറ്റേ ദിവസമാണ് പിന്നെ കൊലപാതകം നടക്കുന്നത്. അന്ന് യാതൊരു വിധത്തിലുള്ള സംശയവും ഈ ശ്രീകാന്തിന് തോന്നിയിരുന്നില്ലേ? അങ്ങനെ പോലീസിൽ കാർ കത്തിയതുമായി ബന്ധപ്പെട്ട പരാതിയൊന്നും നൽകിയിരുന്നില്ലേ? തീർച്ചയായും പോലീസിൽ പരാതി നൽകി. പക്ഷേ ശ്രീകാന്തിനെ ബന്ധപ്പെടുത്തി പരാതി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കാരണത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടൽ പോലെ ഉള്ളതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. കാരണം വാക്കുതർക്കമോ മറ്റ് അമ്മയോട് എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചൊല്ലിയുള്ളൊരു വാക്കേറ്റമോ ഒന്നും ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ ശ്രീകാന്തിൻ്റെ അമ്മയോട് ധനീഷിൻ്റെ അമ്മയോട് ശ്രീകാന്ത് മോശമായി പെരുമാറിയതിനെക്കുറിച്ചുള്ള
ചില വിവരങ്ങൾ മാത്രം ലഭിച്ചിരുന്നു. പക്ഷേ ആ പക ഒരുപക്ഷെ ഉള്ളിൽ കൊണ്ട് നടക്കുകയായിരിക്കും ധനീഷ്. പരസ്യമായൊരിടത്ത് വെച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ഇതേ ചൊല്ലിയുള്ള വാക്കേറ്റം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ തൻ്റെ പ്രതികാരം നേരിട്ട് തന്നെ ഏതേനും വിധേന തീർക്കാം എന്നൊരു ആസൂത്രണത്തിലേക്കായിരിക്കും ധനീഷ് കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്യാവശ്യം ഈ ചെറിയ അടിപിടി കേസുകളിലുമൊക്കെ പ്രതിയാണ് ഇയാൾ. അടിപിടി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുമുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം ഒരു സംഘർഷത്തിലേക്കൊന്നും നീങ്ങുന്നതിന് വലിയ മടിയുള്ള ആളല്ല. ഒപ്പം ഈ അർദ്ധരാത്രി അസമയത്ത് ചെല്ലുമ്പോൾ ഇയാൾ നല്ല മദ്യലഹരിയിലായിരിക്കും എന്ന കാര്യത്തെക്കുറിച്ച് ഈ ധനീഷിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം വൈകുന്നേരം കോഴിക്കോട് ബീച്ചിൽ വെച്ച് തമ്മിൽ കാണുമ്പോഴല്ല ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്തിനെ ധനീഷ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തും നല്ല അർദ്ധബോധാവസ്ഥയിലോ അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ എന്ന തരത്തിൽ ഉള്ള ഒരു മദ്യപാനാവസ്ഥയിലായിരുന്നു ഇയാൾ. കൂട്ടുകാരോടൊപ്പമൊക്കെ മദ്യപിച്ച് വലിയ മദ്യത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കിയിരുന്നു. അതുകൊണ്ട് ധനീഷിന് മനസ്സിലായി കുറച്ചുകൂടി അനായാസമായി കൃത്യം നടത്താൻ കഴിയുമെന്ന്. കാരണം എത്ര ശക്തനായ ആളാണെങ്കിലും അല്ലെങ്കിൽ എത്ര കൊലക്കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണെങ്കിലും മദ്യപിച്ച് അങ്ങേയറ്റം ബോധം പോയൊരവസ്ഥയിലാണെങ്കിൽ എതിരാളിയോട് വലിയ തോതിൽ ഏറ്റുമുട്ടാനാവില്ല അല്ലെങ്കിൽ ചെറുത്ത് നിൽക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി ധനീഷിന് അറിയാം. അതുകൊണ്ടാണ് അവസരം പാത്ത് നിന്ന ശേഷം ആ സുഹൃത്തുക്കളൊക്കെ ഒഴിഞ്ഞ് മറ്റ് ദൃക്സാക്ഷികൾ ആരും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒപ്പമുള്ളയാൾ ഈ മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടക്കുകയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇത്തരമൊരു കുറ്റകൃത്യത്തിലേക്ക് കടന്നത്. അങ്ങേയറ്റം പൈശാചികമായ രീതിയിൽ തന്നെയുള്ള ഒരു കൊലയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും നിലവിൽ പോലീസിനോട് പ്രതി സമ്മതിച്ചിരിക്കുന്ന വിഷയം പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നതുമായ വിഷയം ഈ ധനീഷിൻ്റെ അമ്മയോട് പ്രതി ശ്രീകാന്ത് അപമര്യാദയിൽ പെരുമാറി ആ പ്രതികാരത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു വികാരത്തിൻ്റെ പുറത്താണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നു എന്നതാണ്. ടോം, അനീഷ്, ഈ പ്രതിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ച് ദുഷ്കരമായിട്ടുള്ള കാര്യമായിരുന്നു. അനീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം നടന്ന ആദ്യഘട്ടത്തിൽ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടായി. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് ശ്രീകാന്ത്, നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി. അങ്ങനെ ഒരു ഗുണ്ടാ കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള കൊലപാതകമായിരുന്നു എന്നൊക്കെ പോലീസ് ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നു. എങ്ങനെയാണ് പോലീസിന് ഈ ധനേഷിലേക്ക് എത്താൻ കഴിഞ്ഞത്? ഈ ബൈക്കിൽ ഒരു ഹെൽമറ്റ് വെച്ച് ബൈക്കിൽ ഒരാൾ പോകുന്നത് മാത്രം കാണാൻ കഴിഞ്ഞു. അതിനപ്പുറം ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലുള്ള കൃത്യമായ തെളിവുകൾ പോലീസിന് എങ്ങനെയാണ് ലഭിച്ചത് അനീഷ്? രണ്ട് തരത്തിലുള്ള സംഭവത്തെ കുണ്ടൂപ്പറമ്പിലെ പ്രഭുരാജ് കൊലക്കേസിലെ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മരിച്ചയാളുടെ ബന്ധുക്കൾ മറ്റും ഒക്കെ പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ ഈ വ്യക്തിയോടുള്ള പക തീർക്കാനായി രംഗത്തിറങ്ങും എന്നതാണ് പലപ്പോഴും ആദ്യ നിഗമനത്തിലേക്ക് പോലീസ് എത്തിക്കുന്നത്. കാരണം ഒരു ക്രിമിനൽ കേസിലെ പ്രതിയാണ് ഇയാൾ. പിന്നീടാണ് 2 ദിവസം മുമ്പ് ഇയാളുടെ കാറ് കത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിക്കുന്നത്. അത്തരത്തിൽ 2 സംഭവങ്ങളാണ്. ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കൊലപാതകം. ഇതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം ഈ മരണത്തിൻ്റെ 2 ദിവസം മുമ്പ് ഇയാളുടെ കാർ കത്തിപ്പോകുന്നു. അപ്പോഴും ആദ്യ സംശയം പോലീസിന് ഈ പ്രഭുരാജ് കൊലക്കേസുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു. കാരണം അതിലെ പക തീർക്കാൻ വർഷങ്ങൾക്ക് ശേഷം ആരെങ്കിലും എത്തിയതായിരിക്കാം. അതിൻ്റെ ആദ്യ ഒരു സൂചനയായി ഭീഷണിപ്പെടുത്തലായി കാർ കത്തിക്കുന്നു. 2 ദിവസം കഴിഞ്ഞ് ഇയാളെ തന്നെ വകവരുത്തുന്നു എന്ന രീതിയിലായിരുന്നു ആലോചനകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കേസ് അല്ലെങ്കിൽ അത്തരത്തിൽ ഈ അന്വേഷണങ്ങൾ ആരംഭിച്ചപ്പോഴും അത് കാര്യമായി തെളിവുകൾ അതുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിക്കുകയുണ്ടായില്ല. ഈ പണിക്കർ റോഡിൽ ഈ കാറും കത്തിക്കിടക്കുന്ന അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ വെച്ച് ഇയാൾ കുത്തേറ്റ് കിടക്കുന്ന സ്ഥലത്ത് ഈ CCTV ദൃശ്യങ്ങളും മറ്റും നേരിട്ട് ലഭിക്കാനുള്ള സാഹചര്യമില്ലായിരുന്നു. അവിടെയെങ്കിലും CCTV ഇല്ലെന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷേ സമീപ പ്രദേശങ്ങളിലെ CCTV പരിശോധിച്ചപ്പോഴാണ് ബൈക്കിൽ ഒരാൾ ഹെൽമറ്റുമായി പോകുന്നത് കണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ ധനീഷ് എന്ന് വ്യക്തമായി അറിയാനുള്ള തിരിച്ചറിയൽ രേഖകളില്ല അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്നതായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നു. അപ്പോഴാണ് ഈ അമ്മയോട് അപമര്യാദയായി പെരുമാറിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുകയും ധനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്ത് ആദ്യം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഇത്തരം ഒരു കുറ്റകൃത്യം താനാണ് ചെയ്തതെന്ന് സമ്മതിക്കാൻ ഇയാൾ തയ്യാറായില്ല. പിന്നീട് ഈ CCTV ദൃശ്യങ്ങളടക്കം കാണിച്ച് ഈ ധനീഷിൻ്റെ ബൈക്കാണിത്, ഈ ഹെൽമെറ്റ് ധനീഷിൻ്റെ അനക്കുള്ള രീതിയിലുള്ള സമർത്ഥിക്കാൻ പോലീസ് ശ്രമിച്ചു. അങ്ങനെ സമർത്ഥിച്ച് പിന്നീട് മറ്റു ചില തെളിവുകൾ കൂടി ഈ സൈബർ സെല്ലും മറ്റുമൊക്കെ സജീവമായി ഇറങ്ങിയാണ് ഈ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേവലം 1.5 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. കാരണം ഇന്നലെ രാത്രിയോടുകൂടി പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനുശേഷം രാത്രി 11:30 അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞു. ഈ പ്രതിയുടെ മൊബൈൽ ഫോൺ ഈ കൊല നടക്കുമ്പോൾ ഈ ശ്രീകാന്തിൻ്റെ സ്ഥലത്തുണ്ടായിരുന്നു. ഏതാണ്ട് വലിയ ദൂരമില്ല, വെള്ളയിൽ തന്നെയാണ് ഇരുവരുടെയും വീടുള്ളത്. അങ്ങനെയുള്ള
മറ്റ് ശാസ്ത്രീയ തെളിവുകൾ കൂടി സമ്മർദ്ദിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി അവസാനം കുറ്റം സമ്മതിച്ചിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പ്രതി പറയുന്ന കാര്യങ്ങൾ ആണ് മുഖവിലേക്കെടുത്തിരിക്കുന്നത്. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടെ ഓട്ടോ ഡ്രൈവറായ ശ്രീകാന്തിന്റെ കൊലപാതകത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ശ്രീകാന്ത് സുഹൃത്തായ ധനേഷിന്റെ അമ്മയോട് കഴിഞ്ഞ ദിവസം മോശമായി പെരുമാറിയിരുന്നു. ഇതിന്റെ പകയിൽ ധനേഷ് ശ്രീകാന്തിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. റോഡിലെ തർക്കത്തിൽ KSRTC ഡ്രൈവർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു. മേയർക്കും സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് ഡ്രൈവർ യദു കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ഡ്രൈവർ മോശമായി പെരുമാറിയതുകൊണ്ടാണ് ബസ് തടഞ്ഞതെന്ന് പോലീസിന്റെ നിലപാട്. മേയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് TDF KSRTC ഓഫീസിലേക്കും യൂത്ത് കോൺഗ്രസ് നഗരസഭാ കവാടത്തിലേക്കും മാർച്ച് നടത്തി. ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഡാൻ, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് അധികാരത്തിന്റെ അഹങ്കാരമാണ് അതിന്റെ ഈ മേയർ കാണിച്ചതെന്ന്. കാരണം ഒരു നട റൂട്ടില് ബസ്സിന് കുറുകെ കാറിട്ട് തടയുന്നു, ബസ് തടയുന്നു, സാധാരണക്കാരായ യാത്രക്കാരെ ഇറക്കി വിടുന്നു. അതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നതാണ്. പക്ഷേ ഡ്രൈവർക്കെതിരെ മാത്രം നടപടി, കൃത്യമായ തെളിവുണ്ടായിട്ടും മേയറെയും MLAയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഡ്രൈവർ ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയാണ്. പോലീസിൽ നിന്നും നീതി ലഭിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണോ ഡ്രൈവർ കോടതിയിലേക്ക് നീങ്ങുന്നത്? ഡാൻ, ടോമ്, പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് എടുത്തു ചാടി അത്തരം ഒരു നടപടി വേണ്ട, അത് വിവാദങ്ങളിലേക്ക് വഴിവെക്കുമെന്ന കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് മേയർക്കെതിരെയും മേയറുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിനെതിരെയും എടുത്തടിച്ച് ഒരു കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഈ KSRTC ബസ്സിന് കുറുകെ ഇവർ സഞ്ചരിച്ചിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന വാഹനം സീബ്ര ലൈനിൽ നിർത്തി ഈ ഡ്രൈവർ യദുവുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടാനിടയായ സാഹചര്യം പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അവിടെ ഈ യദു നൽകിയിരിക്കുന്ന പരാതിയിൽ മേയറുടെ ഭാഗത്തു നിന്നും ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ പെരുമാറ്റമുണ്ടായി, യാത്രാ തടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ പോലീസ് നൽകുന്ന വിശദീകരണം അത്തരമൊരു സാഹചര്യത്തിൽ യദുവുമായി നേരത്തെ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നില്ല ആര്യയ്ക്കും സച്ചിൻ ദേവിനും. അത്തരത്തിൽ പെട്ടെന്ന് അങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകാനിടയായ സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇതുവരെ ലഭ്യമായിട്ടില്ല പരിശോധനകളിൽ എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം, അതായത് ഈ വാഹനം ഈ മേയർ സഞ്ചരിച്ചിരുന്ന വാഹനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആണ് യദു വാഹനം ഓടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാകാം മേയറുടെ വാഹനം അതിൽ രോഷം പൂണ്ട് ഈ സീബ്ര ക്രോസിംഗിൽ നിർത്തിയിട്ട് ഇവരുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ഒരു നടപടി മേയർക്കെതിരെ കേസെടുക്കാൻ. പോലീസിന്റെ ആ ഒരു ന്യായീകരണം, ആ നിലപാട് അംഗീകരിക്കാൻ കഴിയുമോ? ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ്. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ആണ് ഇതുപോലെ KSRTC ബസ് ഇതേ രീതിയിൽ മോശമായി ഒരു ഡ്രൈവർ പെരുമാറിയതിന് പേരിൽ തടയുന്നതെങ്കിൽ പോലീസ് ഈ രീതിയിലുള്ള നടപടി ആയിരിക്കുമോ സ്വീകരിക്കുക? അത് ആർക്കാണ്? നിയമം എല്ലാവർക്കും ബാധകമാണ്. പോലീസ് ഈ രീതിയിൽ പോലീസിന് ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിൽ പോകുമ്പോൾ തിരിച്ചടി കിട്ടില്ലേ? ഡാൻ, തന്നെയാണ് ടോം ഞാൻ സൂചിപ്പിക്കുന്നത്. സ്വാഭാവികമായി അധികാര സ്ഥാനത്തുള്ള ഒരാളാണ് മേയർ. അതുകൊണ്ട് തന്നെ അവരെ ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഇത്തരത്തിൽ അപമര്യാദയായി ഒരു മോശം പെരുമാറ്റം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഡ്രൈവ് ചെയ്ത ഒരു നടപടി ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉടൻ തന്നെ നടപടിയെടുക്കാൻ കൃത്യമായി നിർദ്ദേശം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് നഗരസഭയുടെ മേയർ എന്ന പദവി. സ്വാഭാവികമായി അത്തരത്തിൽ ഒരു വഴി സ്വീകരിക്കാതെ പെട്ടെന്ന് വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ പദവിക്ക് നിരക്കാത്ത തരത്തിലാണ് മേയർ പെരുമാറിയത് എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒരു സംഭവത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യമാണ് ഇപ്പോഴും വ്യക്തതയില്ലാതെ തുടരുന്നത്. വാഹനം നിർത്തി എന്ന കാര്യം, അതായത് വാഹനം ക്രോസ് ചെയ്ത് സീബ്ര ക്രോസിംഗിൽ നിർത്തിയിട്ടു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ മേയറുമായി നമ്മൾ രാവിലെ സംസാരിച്ചിരുന്നു. മേയർ വ്യക്തമാക്കുന്നത് അതിന് താൻ പിഴയടയ്ക്കാൻ തയ്യാറാണ്. ഇന്നലെ തന്നെ അക്കാര്യം അറിയിച്ചതാണ്. അത് വലിയൊരു തെറ്റാണ് താൻ ചെയ്തതെങ്കിൽ അതിന് അവർ പറയുന്ന എന്ത് പിഴയും അടയ്ക്കാൻ താൻ
സന്നദ്ധയാണ്. പക്ഷേ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല. താൻ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുമെന്ന നിലപാടിൽ ആര്യ രാജേന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ യദുവിൻ്റെ സസ്പെൻഷൻ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കേസെടുക്കാൻ പോലീസ് വിമുഖത കാട്ടുകയും യദുവിൻ്റെ സസ്പെൻഷൻ പിൻവലിച്ച് ജോലിയിലേക്ക് തിരികെ എടുക്കാൻ KSRTC മാനേജ്മെൻറ്റ് തയ്യാറാകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ പ്രത്യേകിച്ച് TDF അടക്കം പ്രതിഷേധം ശക്തമാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നഗരസഭയുടെ പ്രധാന കവാടത്തിലേക്ക് അത്തരത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. വരും ദിവസങ്ങളിലും അത് ശക്തമായി തന്നെ തുടരും. ഈ മേയർക്കെതിരെയും ഭർത്താവിനെതിരെയും കേസെടുത്തില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകളും. ടോം, തീർച്ചയായും ഈ KSRTC ജീവനക്കാരുടെ ഈ വിഷയത്തിൽ നിലപാട് എന്താണ്? കാരണം നമുക്കറിയാം അവർക്ക് പലപ്പോഴും ശമ്പളം പോലും കിട്ടാത്ത സാഹചര്യമുണ്ട്. ശമ്പളം പോലും ലഭിക്കാതെയാണ് ഇവർ തൊഴിലെടുക്കുന്നത്. അവിടെയും അവരുടെ ഈ ജീവനക്കാരുടെ KSRTC ജീവനക്കാരുടെ മനോവീര്യം പോലും തകർക്കുന്ന രീതിയിലുള്ള സമീപനമാണ് മാനേജ്മെന്റ് പോലും സ്വീകരിച്ചത്. അതായത് ഇത്തരം ഒരു സംഭവം, ഈ വിവാദത്തിന് പിന്നാലെ ഡ്രൈവർക്കെതിരെ മാത്രം നടപടി സ്വീകരിക്കുന്നു, സസ്പെൻഷൻ ഇതുവരെയും പിൻവലിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ KSRTC ജീവനക്കാരുടെ സംഘടനകളുടെ നിലപാട് എന്താണ് ഡാൻ? ടോം, TDF ഇക്കാര്യത്തിൽ പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിൻ്റെ നേതാവ് കൂടിയായ M. വിൻസെൻ്റ് MLA രൂക്ഷമായ ഭാഷയിലാണ് ഈ സംഭവത്തെ വിമർശിച്ചിരിക്കുന്നത്. ജോലി ചെയ്യുന്ന ഡ്രൈവർമാർക്കും KSRTCയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും നീതിപൂർവമായ ഇടപെടൽ തന്നെയാണ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ഏകപക്ഷീയമായി ഡ്രൈവർമാരെയും മറ്റ് ജീവനക്കാരെയും ഏകപക്ഷീയമായി ഒറ്റതിരിഞ്ഞ് വേട്ടയാടാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന നിലപാടിലാണ് TDF ഉൾപ്പെടെയുള്ള ഈ ജീവനക്കാരുടെ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി ജോലിയിലുള്ള ജീവനക്കാർക്ക് വ്യക്തിപരമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതിന് ഒരുപക്ഷേ പരിമിതികൾ കാണും. അതുകൊണ്ട് തന്നെ പരസ്യമായ പ്രതികരണങ്ങളിലേക്ക് ജീവനക്കാർ ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ അവർ ഈ സംഘടനകൾ മുഖേന സംഘടനകളുടെ ഭാരവാഹികൾ അറിയിക്കുന്ന നിലപാട് എന്നതിനപ്പുറത്തേക്ക് പ്രതികരണങ്ങൾ പരസ്യമാക്കിക്കൊണ്ട് മറ്റ് ജീവനക്കാരൊന്നും രംഗത്തെത്തിയിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, യദു ഓടിച്ചേരുന്ന വാഹനത്തിലെ യാത്രക്കാർ ആരും തന്നെ യദുവിനെതിരായി പരാതി നൽകിയിട്ടില്ല. അതുതന്നെയാണ് കൃത്യമായി ഈ യുവജന സംഘടനകളും പ്രതിപക്ഷമൊക്കെ ഉയർത്തിക്കാണിക്കുന്ന കാര്യം. സ്വാഭാവികമായി ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിനെയും പ്രതിരോധത്തിലാക്കുന്ന കാര്യവും അതുതന്നെയാണ്. സ്വാഭാവികമായി ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ സച്ചിൻ ദേവിനെതിരെയും ആര്യ രാജേന്ദ്രനെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യമായി ഇവർ രംഗത്തെത്തുന്നതും. ടോം, ഡാൻ, ഈ രീതിയിൽ അതായത് യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് യാതൊരു പരാതിയും ഡ്രൈവർക്കെതിരെ ഇല്ല. പക്ഷേ പുതിയ കഥകൾ ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിരുന്നു, ലഹരി ഉപയോഗിച്ചൊരു ലഹരി വസ്തു പുറത്തേക്ക് കളയുന്നതായി കണ്ടു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ ഡ്രൈവർ മദ്യപിച്ചൊരു സ്ത്രീയോട് മോശമായി പെരുമാറി. ഇതൊക്കെ ഈ മേയറേയും MLAയും അനുകൂലിക്കുന്നവരുടെ ഭാഗത്ത് അവർ സൃഷ്ടിച്ചെടുക്കുന്ന കഥകളാണോ, അതോ ഈ ഡ്രൈവറുടെ പശ്ചാത്തലം എന്താണ്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട് യദുവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. യദു അതിന് നൽകുന്ന വിശദീകരണം, ഈ വാഹനത്തിൻ്റെ പിൻസീറ്റിൽ മറ്റും യാത്ര ചെയ്തിരുന്ന യാത്രക്കാർ ഇത്തരത്തിൽ ഈ ലഘുഭക്ഷണങ്ങൾ, കടല ഉൾപ്പെടെയുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ പ്ലാസ്റ്റിക് കവറുകൾ മറ്റും വാഹനം ഓടുന്നതിനിടയിൽ കാറ്റടിച്ച് മുമ്പിലേക്ക് വരാറുണ്ട്. അത് താനിരിക്കുന്ന സീറ്റിൻ്റെ സമീപത്ത് കൂട്ടിയിട്ട് പിന്നീട് മാലിന്യങ്ങൾ കളയുന്ന സ്ഥലത്തേക്ക് എടുത്ത് കളയുന്ന ഒരു പതിവാണുള്ളത്. അത്തരത്തിൽ അത് നീക്കാനുള്ള ശ്രമം മാത്രമാണ് ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് അത്തരത്തിൽ യാതൊരു തരത്തിൽ മദ്യം ഉപയോഗിക്കുകയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ഒരു ശൈലി തനിക്കില്ല എന്നാണ് യദു വ്യക്തമാക്കിയിരിക്കുന്നത്. വൈദ്യപരിശോധനയിലും യദു അത്തരത്തിൽ മദ്യപിച്ചിരുന്നതായി എന്ന് യാതൊരു തരത്തിലുള്ള കണ്ടെത്തലുകളും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായി അതിനും അപ്പുറത്തേക്ക് ആര്യ രാജേന്ദ്രനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ ഇടത് കേന്ദ്രങ്ങൾ അത്തരത്തിലൊരു കഥ മെനഞ്ഞുണ്ടാക്കുകയാണ് എന്ന പരാതിയാണ്, ആക്ഷേപമാണ് മറ്റ് യുവജന സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകളുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ വിശദമായ നടപടി സ്വീകരിക്കാൻ, അതായത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ടായാൽ പ്രതിഷേധം വരും ദിവസങ്ങളിലും കടുപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. പക്ഷേ ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമോ ഡാൻ? നമുക്കറിയാം സർക്കാർ പ്രതിരോധത്തിലായ, ആരോഗ്യവകുപ്പൊക്കെ പ്രതിരോധത്തിലായ പല കേസുകളും, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസ്, കോഴിക്കോട്ടെ ശസ്ത്രക്രിയ വിവാദം, ഈ വിഷയത്തിലൊന്നും ഇരയ്ക്കൊപ്പമായിരുന്നില്ല നമ്മുടെ അധികാരികൾ, ഭരണകൂടം നിലപാട് സ്വീകരിച്ചത്.
അവിടെ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനമായിരുന്നു. ഇവിടെയും ഈ ഡ്രൈവർ യദുവിനെ മാത്രം പ്രതിക്കൂട്ടിലാക്കുക, ഒരു വശത്ത് അധികാര കേന്ദ്രത്തിലുള്ള മേയറെയും MLAയും സംരക്ഷിക്കുന്ന സമീപനം, ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു പോലീസ് ഒരു നടപടി സ്വീകരിക്കുമ്പോൾ, സമീപനം തുടരുമ്പോൾ ശക്തമായ പ്രതിഷേധ നടപടിയുമായി പ്രതിപക്ഷ സംഘടനകൾ വരും ദിവസങ്ങളിൽ വീണ്ടും തെരുവിലിറങ്ങാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ മേയർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഒരു പരിധിവരെയെങ്കിലും മേയറുടെ ഭാഗത്തും മേയറുടെ ഭർത്താവും MLAയുമായ സച്ചിൻ ദേവിൻ്റെ ഭാഗത്തും അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ സമ്മതിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ മാറും. അത് പ്രതിപക്ഷം വലിയ തരത്തിൽ ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റും എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതോടൊപ്പം വളരെ ചെറിയ പ്രായത്തിൽ തിരുവനന്തപുരം പോലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൻ്റെ മേയറാകാൻ ഭാഗ്യം ലഭിച്ചയാളാണ് ആര്യ രാജേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ആര്യയോട് വ്യക്തിപരമായി അക്കാര്യത്തിൽ ഒരു ആക്ഷേപം ഉള്ളവർ തന്നെ, അതായത് ആര്യ മേയറായതിൽ ആക്ഷേപമുള്ളവർ തന്നെ ഇതിന് പിന്നിൽ ആര്യക്കെതിരായ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എന്നൊരു വിലയിരുത്തലും പാർട്ടിക്കുള്ളിലുണ്ട്. സ്വാഭാവികമായി ആര്യയെ പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നും CPMൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ പുറത്തു വരുന്ന വിവരങ്ങൾ, കൃത്യമായ പ്രതികരണങ്ങൾ. അതെല്ലാം ആര്യയെ പ്രതിരോധിക്കുന്ന തരത്തിലാണ്. ഈ യദുവിൻ്റെ ഭാഗത്തു നിന്ന് മോശം ആയിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന നിലപാടിൽ നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ അമർഷത്തോടെ സംസാരിക്കേണ്ട സാഹചര്യം മേയർക്കും ഉണ്ടായത് എന്നാണ് അവർ വിശദമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തടിച്ചൊരു നടപടി. അത് മേയർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടക്കുന്ന തരത്തിലേക്ക് പെട്ടെന്ന് പോകുന്നതിന് പരിമിതിയുണ്ട്. അവിടെ വിശദമായ സാഹചര്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വസ്തുത ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അത്തരമൊരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നതിന് പിന്നിലെ സാഹചര്യവും അതുതന്നെയാണ്. വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. പോലീസ് ഈ വിഷയത്തിൽ പക്ഷാപരമായിട്ടല്ല നടപടി സ്വീകരിക്കേണ്ടത്. ആരുടെ ഭാഗത്താണോ വീഴ്ച ഉണ്ടായിട്ടുള്ളത്, അത് ഡ്രൈവറുടെ ഭാഗത്താണെങ്കിലും മേയറുടെ ഭാഗത്താണെങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവിന് പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരിക്ക് നേരെ ക്രൂരമർദ്ദനമുണ്ടായ ഒരു സംഭവത്തിലേക്കാണ്. സംഭവമാണ് പരിശോധിക്കുന്നത്. MRI സ്കാനിങ്ങിന് ഡേറ്റ് കൊടുക്കാത്തതിനാണ് ജയകുമാരി എന്ന ജീവനക്കാരിക്ക് മർദ്ദനമേറ്റത്. ഇടിവള ഉപയോഗിച്ച് മുഖത്തിടിക്കുകയായിരുന്നു. മുഖത്ത് പൊട്ടലേറ്റ ജയകുമാരി അബോധാവസ്ഥയിലായി. സംഭവത്തിൽ പൂവാർ സ്വദേശി അനിലിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ മോഹൻ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? യാതൊരു പ്രകോപനവുമില്ലാതെയാണോ ഈ അനിൽ എന്ന യുവാവ് ആക്രമണം നടത്തിയത്? ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൂവാർ സ്വദേശിയായ അനിലിന്റെ ബന്ധുവിനുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവർ മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. MRI സ്കാനിന് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള അതിന്റെ ഡേറ്റ് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെയുള്ള HDS ജീവനക്കാരിയായ ജയകുമാരിക്കാണ് അനിൽകുമാറിന്റെ മർദ്ദനമേറ്റതെന്ന് പറയുന്നത്. കയ്യിലുണ്ടായിരുന്ന ഇടിവള ഉപയോഗിച്ചവരുടെ മുഖത്തിടിക്കുകയായിരുന്നു എന്നാണ് അവർ മെഡിക്കൽ കോളേജ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. എന്തായാലും അവർ തുടർന്ന് അവരെ ചികിത്സ തേടിയിട്ടുണ്ട് ജയകുമാരി. ഒപ്പം ഈ പറയുന്ന അനിൽകുമാറിനെ, പൂവാർ സ്വദേശിയായ അനിലിനെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പരിക്കേറ്റ ജയകുമാരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കാരണം മൂക്കിന് ഒരു പൊട്ടലുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അത് ഗുരുതരമായിട്ടുള്ള പരിക്കാണ്. ഇയാൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഈ അനിലിനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്? ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന ആശുപത്രി വൃത്തങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ മുഖത്തായിരുന്നു അവർക്ക് പരിക്കേറ്റത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാനും കഴിയും അവരുടെ മുഖത്ത് പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ഈ പറയുന്ന പോലീസ് ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുക്കാൻ പോകുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീക്ക് നേരെയുള്ള ആക്രമണം, ആശുപത്രി അതിക്രമണം തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തായിരിക്കാം ഇയാൾക്കെതിരെ കേസെടുക്കുന്നത്. എന്തായാലും ഇയാളെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഈ സംഭവം നടക്കുമ്പോൾ, ആക്രമണം നടക്കുമ്പോൾ സ്ഥലത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ലേ? സുരക്ഷാ ജീവനക്കാരുണ്ടായിരുന്നില്ലേ? മാത്രമല്ല നമുക്കറിയാം ഈ സമീപ നാളുകളിൽ കഴിഞ്ഞ വർഷമൊക്കെ
ഡോക്ടർ വന്ദനയുടെ കൊലപാതകം ഒക്കെ അറിയാവുന്നതാണ്. ആശുപത്രിയിൽ കയറി ഒരു ഡോക്ടറെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ, നിരവധി ആരോഗ്യ പ്രവർത്തകർ ആക്രമണത്തിന് ഇരകളാകുന്ന സംഭവങ്ങൾ. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ അവിടുത്തെ ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായ നടപടികളൊന്നും ഉണ്ടാകാറില്ല അവിടെ? ടോം നേരത്തെ സൂചിപ്പിച്ചത് ശരിയാണ്. കാരണം ഒരു കുറച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു അതിക്രമം ആശുപത്രി ജീവനക്കാർക്കെതിരെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായി ഡോക്ടർമാരാണ് ഇത്തരത്തിൽ സാധാരണ ഇരകളാകാറുള്ളത്. കൂട്ടിരിപ്പ് എത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പ് എത്തുന്ന ആൾക്കാരുടെ അതിക്രമമാണ് സാധാരണ ഏറ്റുവാങ്ങുന്നത്. ഇന്നിപ്പോൾ മനസ്സിലാക്കുന്നത് MRI സ്കാനിന്റെ ഒരു ഡേറ്റ് കൊടുക്കുന്നതിനുണ്ടായ തർക്കമാണ് അവിടെ ഈ ഒരു സംഘർഷത്തിൽ കലാശിച്ചും വാക്കേറ്റത്തിൽ കലാശിച്ചും തുടർന്ന് മർദ്ദനത്തിലേക്ക് ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരും ഒപ്പം സഹജീവ പ്രവർത്തകരും ഒക്കെ ചേർന്ന് ഇടപെട്ടത് കൊണ്ടാണ് അവർ കൂടുതൽ മർദ്ദനം അവർക്ക് ഏൽക്കാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജീവനക്കാർ, അവിടെ ആശുപത്രി ജീവനക്കാരും പറയുന്ന അവിടെയുള്ള മറ്റ് സംഘടനാ നേതാക്കളും എല്ലാം ഈ സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിനെതിരെ ഇയാൾക്കെതിരെയുള്ള നിയമ നടപടി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയുള്ള പോലീസിലേക്ക് വേണ്ടി പരാതികൾ നൽകും എന്നൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കേട്ടോ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജീവനക്കാരിക്ക് നേരെ ഉണ്ടായ ആക്രമണം അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാനത്ത് ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സർക്കാരൊക്കെ ഈ ജീവനക്കാരുടെ, ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടികൾ ശക്തമാക്കുമെന്നൊക്കെ പറയുമ്പോഴും ഇത്തരം സംഭവങ്ങൾ വീണ്ടും അടിക്കടി ആവർത്തിക്കുന്നത് അത് അപലപനീയം തന്നെയാണ്. ആക്രമികൾക്കെതിരെ ശക്തമായ നടപടിയാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേള കഴിഞ്ഞ്. മറുനാടുകളിൽ താമസിക്കുന്ന മലയാളികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ മലയാളി ദമ്പതികളെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയൊരു സംഭവമുണ്ടായി. രാജസ്ഥാൻ സ്വദേശി മഹേഷ് എന്ന 22-കാരനാണ് ദമ്പതികളെ കൊലപ്പെടുത്തിയത്. പാലാ സ്വദേശി ശിവൻ നായരും ഭാര്യയും റിട്ടയർഡ് അധ്യാപികയുമായ പ്രസന്നകുമാരിയുമാണ് മരിച്ചത്. മുൻ വൈരാഗ്യത്തിനൊപ്പം മരുന്ന് വാങ്ങിയതിൻ്റെ പണം ഗൂഗിൾ പേ വഴി അയച്ചതിനെ തുടർന്നുള്ള തർക്കവും പ്രകോപനത്തിന് കാരണമായതായി പോലീസ് പറയുന്നു. ന്യൂസ് 18 തമിഴ്നാട്ടിൻ്റെ പ്രതിനിധി സജയ് കുമാർ ചേരുന്നുണ്ട് സ്പോട്ട് ലൈവിൽ തത്സമയം. സജയ് കുമാർ, ഈ സംഭവം മലയാളികളെ സംബന്ധിച്ചേറെ ആശങ്കപ്പെടുത്തുന്നതാണ്. പ്രത്യേകിച്ചും മികച്ചൊരു ജീവിത നിലവാരവും തൊഴിലുമൊക്കെ തേടി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി താമസിക്കുന്ന ആളുകൾ. ഇത്തരമൊരു ദാരുണമായിട്ടുള്ള സംഭവം ചെന്നൈയിലാണ് ഉണ്ടായത്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഇക്കഴിഞ്ഞ ഞായറാഴ്ച ചെന്നൈ ആവടിയിൽ നടന്ന ഒരു ക്രൂരമായ കൊലപാതകമാണ്. പാലാ സ്വദേശിയായ ശിവൻ നായർ 71 വയസ്സ്, ഇദ്ദേഹത്തിന്റെ ഭാര്യ പ്രസന്നകുമാരി 62 വയസ്സ്, ഈ ദമ്പതികളെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാജസ്ഥാൻ സ്വദേശി 22 വയസ്സുകാരനായ മഹേഷ് എന്ന ആളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു വരുന്നത്. പോലീസിന്റെ ആദ്യ അന്വേഷണത്തിൽ മുൻ വൈരാഗ്യമാണ് ഇതിന് കൊലപാതകത്തിന് പിന്നിലെന്ന് പറയപ്പെടുന്നു. അതായത് ഗൂഗിൾ പേ വഴി പണം കൈമാറിയതിനുള്ള തർക്കം. അതിനേക്കാട്ടിലും ഉപരി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ സമീപ പ്രദേശത്ത്, അതായത് ശിവൻ നായരും പ്രസന്നകുമാരിയും താമസിച്ചിരുന്ന വീടിന് സമീപത്ത് ഇദ്ദേഹം ഒരു കടയിൽ ജോലി ചെയ്തിരുന്നു. ശിവൻ നായർ ആർമിയിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്ത് വിരമിച്ച അയാൾ ചെന്നൈയിൽ ആയുർവേദ ഏജൻസി നടത്തി വരികയാണ്. അതേപോലെ ഭാര്യ റിട്ടയർഡ് ടീച്ചറാണ്. ഇവരുടെ സമീപ പ്രദേശത്ത് ഒരു കടയിൽ ഇയാൾ മഹേഷ് എന്ന 22 വയസ്സുകാരൻ ജോലി ചെയ്തിരുന്നു. അതായത് അശ്ലീല ചിത്രങ്ങൾ കാണുന്ന ഇയാൾ അടിമയാണെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ആ കടയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് സ്ത്രീകളോട് മോശമായ പെരുമാറ്റ രീതികൾ
ഏർപ്പെട്ടിരുന്നതും ഇത് പ്രസന്നകുമാരി അറിയാൻ ഇടയാവുകയും ഇയാൾ ഈ ക്ലിനിക്കിൽ ആയുർവേദ മെഡിസിൻ വാങ്ങുന്നതിന് വേണ്ടി അവിടെ ചെല്ലുക പതിവായിരുന്നു. ഇപ്പോൾ ഈ സ്വഭാവ ദൂഷ്യം പുറത്തിറങ്ങിയതിനെ തുടർന്ന് പ്രസന്നകുമാരി ഇയാളെ അവിടെ ചികിത്സ നിഷേധിക്കുകയുണ്ടായി. ഈ സ്വഭാവ ദൂഷ്യം വെളിയിലറിഞ്ഞ ഒരു വൈരാഗ്യം കൂടെയാണ് ഇദ്ദേഹത്തിന് ഈ 22-കാരനായ ഇയാൾക്ക് ഈ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8 മണിക്കാണ് അയൽവാസിയായ ഒരു സ്ത്രീ ഇവിടെ മരുന്ന് വാങ്ങാൻ ചെല്ലുമ്പോഴാണ് കാർ പോർച്ചിൽ ശിവൻ നായർ മരിച്ചു കിടക്കുന്നത് അറിയുകയും തുടർന്ന് പുറം ലോകത്തെ അറിയിക്കുകയും കൊടൂരമായ നിഷ്ഠൂരമായ ഈ കൊലപാതക സംഭവം പുറം ലോകം അറിയുകയും തുടർന്ന് അവിടെ ആ മൃതശരീരത്തിന് സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ടുന്ന പ്രതിയുടേതെന്ന് കരുതപ്പെടുന്ന ഒരു മൊബൈൽ ഫോണും സമീപ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും അടിസ്ഥാനമാക്കി അന്വേഷിച്ചാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. വളരെയധികം നന്ദി സജയകുമാർ. ന്യൂസ് 18 തമിഴ്നാടിൻ്റെ പ്രതിനിധിയാണ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ചെന്നൈയിലാണ് മലയാളി ദമ്പതികളെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. സ്പോട്ട് ലൈവിന് പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിനിടെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. മേയറും KSRTC ഡ്രൈവറും തമ്മിലുള്ള തർക്കം ഉന്നയിച്ചാണ് BJP ഈ വിഷയം ഉന്നയിച്ചത്. BJP അംഗം തിരുമല വിഷയം ഉന്നയിച്ചു. എതിർത്ത ഈ വിഷയം, അതായത് CPM അംഗങ്ങൾ എതിർക്കുന്നു. കൗൺസിൽ യോഗത്തിൽ ഇപ്പോൾ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് വെച്ച് മേയർ സഞ്ചരിച്ച കാർ KSRTC ബസ്സിന് കുറുകെയിട്ട് നിങ്ങളുടെ ഈ അസഹിഷ്ണുത ഉണ്ടല്ലോ, കോർപ്പറേഷൻ കൗൺസിലേക്ക് ഉൾപ്പെടെ നടക്കുന്നത്. ഈ പ്രസ്ഥാനം പുറകോട്ട് പോകുന്നത് നിങ്ങളുടെ അഹങ്കാരമാണ്, നിങ്ങളുടെ ധാർഷ്ട്യമാണ്. പറഞ്ഞു മനസ്സിലായല്ലോ. എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ള അവസരമുള്ളായിരിക്കെ ആരെങ്കിലും അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായത്തെ വായടപ്പിക്കുന്ന നിങ്ങളുടെ ധാർഷ്ട്യ നിലപാടില്ലേ, ആ നിലപാടാണ് നിങ്ങൾ ദോഷം ചെയ്യുന്നത്. പിൻബലമുണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇവിടെ നടന്ന സംഭവം ശ്രദ്ധയിൽ കൊണ്ടുവരും. പറയട്ടെ, അദ്ദേഹം പൂർണ്ണമാക്കട്ടെ. അദ്ദേഹം പൂർണ്ണമാക്കട്ടെ. ശ്രീമതി മേരി പുഷ്പം അങ്ങയുടെ സമയത്ത് സംസാരിക്കാം. ദയവായി ഇരിക്കുക. അത് നിങ്ങൾക്ക് അല്ല, നിങ്ങള് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും പ്രതിയാണ്. ഞാൻ ചോദിക്കട്ടെ, തിരുവല്ല സോണൽ ഓഫീസിൽ ആള് പിന്നെ പ്രതിയായില്ലേ? തിരുവല്ല സോണൽ ഓഫീസിൽ അക്രമത്തിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അക്രമം നേരിട്ട ഒരാള് അയാള് പ്രതിയായില്ലേ? പിന്നെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് അയാൾ ഏതാണ്ട് എറണാകുളത്തെ ഒരു പ്രതിയാണ്. ഇപ്പൊ പറയുന്നത് ഈ നന്ദു എന്ന് പറയുന്ന ആൾ പ്രതിയാണ്. പ്രതിയാണെങ്കിൽ ഈ നാട്ടിൽ നിയമ സംവിധാനമുണ്ട്. പ്രതിയാണെങ്കിൽ ഈ നാട്ടിൽ നിയമ സംവിധാനമുണ്ട്. ആ പ്രതിയാണെങ്കിൽ ഈ നാട്ടിൽ നിയമ സംവിധാനമുണ്ട്. നിക്ക്, ഞാൻ പറഞ്ഞു തരട്ടെ. ശ്രീ അനിൽകുമാർ, താങ്കളുടെ ഭാഗം താങ്കൾക്ക് പറയാം. താങ്കൾക്ക് പറയാം. ഇവിടെ ബഹുമാനപ്പെട്ട മേയർ, അങ്ങയുടെ സഹപ്രവർത്തകന്മാർ രോഷം കൊള്ളുന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇരിക്കപ്പാ. നിങ്ങൾ യോഗത്തിന് പോലും വിളിച്ചോണ്ട് പോയില്ലല്ലോ. മേളിൽ നടന്ന യോഗത്തിന് പോലും പോകാതെ അവിടെ ഒറ്റയ്ക്കിരുന്ന ആളല്ലേ? അപ്പോ തലസ്ഥാന നഗരത്തിലെ VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള വിഷയം അത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരെ നീണ്ടിരിക്കുന്നു. ആ വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷം ഇപ്പോൾ ആ വിഷയം കൗൺസിലിനിടെ ഉന്നയിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്? തിരുമല അനിലാണ് ഈ സംഭവം ഉന്നയിച്ചത്. മേയർ മറ്റ് അജണ്ടകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ത ഒരു വിഷയം ശ്രദ്ധയിൽപ്പെടുത്തണം. അവിടെ ഉണ്ടായ സംഭവങ്ങൾ തലസ്ഥാന നഗരവാസികൾക്കാകെ നാണക്കേടായി എന്നുള്ള പരാമർശമാണ് അദ്ദേഹം ആദ്യം നടത്തിയത്. തുടർന്ന് ഈ വിഷയം CPM അംഗങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിച്ചു എന്ന് നിങ്ങൾ എല്ലാവരുടെയും മേയർ എന്നാണോ പറയുന്നത്, അങ്ങനെയെങ്കിൽ അന്വേഷിച്ചു എന്ന് മേയർ ആര്യ രാജൻ ചോദിച്ചു. തുടർന്ന് ഈ തർക്കം രൂക്ഷമാവുകയായിരുന്നു. മേയറെ ഫോണിൽ വിളിച്ചെങ്കിലും ലഭിച്ചില്ലെന്നായിരുന്നു തിരുമല അനിൽ മേയറോട് മറുപടി പറഞ്ഞത്.
BJP കൗൺസിലർമാരുടെ എന്നിട്ട് ഇതോടുകൂടിയാണ് CPM വിഷയത്തിൽ ഇടപെട്ടത്. നിങ്ങളും അമ്മയും പെങ്ങളുമായി റോഡിൽ സഞ്ചരിക്കുന്നവരല്ലേ, ഒരു സാമൂഹ്യ വിരുദ്ധൻ അവരോട് ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് CPM നേതാവ് DR അനിൽ ചോദിച്ചു. മേയറെ ലൈംഗികമായി അധിക്ഷേപിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയുമായിരുന്നു. അതിനെ എങ്ങനെ പ്രതികരിക്കണം, ഇങ്ങനെ എന്നെ പ്രതികരിക്കുന്ന ചോദ്യമാണ് CPM നേതാക്കൾ ഉണ്ടായത്. ഇപ്പോൾ തർക്കം തുടരുകയാണ്. BJP അംഗത്തെ സംസാരിക്കാൻ മേയർ ക്ഷണിച്ചെങ്കിലും ഇരുപക്ഷവുമായുള്ള വാക്കേറ്റമാണ് ഇപ്പോൾ സഭയിൽ കൗൺസിൽ നടക്കുന്നത്. വലിയ തർക്കം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. കുമാറിന് സംസാരിക്കാനുള്ള സമയമാണ്, അദ്ദേഹം അത് സംസാരിക്കട്ടെ. ഇരിക്കപ്പാ, നിങ്ങൾ അങ്ങോട്ട് വന്നില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് ഈ ഡയസൊക്കെ നിയന്ത്രിക്കുന്നത്? ഡയസ് നിയന്ത്രിക്കാൻ അവിടെ ഒരാളുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് ഇത് നിയന്ത്രിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാ അധികാരവും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? ശ്രീ അനിൽകുമാർ, കൗൺസിലാണ് അഭിപ്രായം പറയുന്നത്. അവര് നിന്ന് പ്രതിഷേധിച്ചാൽ കുഴപ്പം, വിഷയത്തിലേക്ക് വരാം. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ ഈ തലസ്ഥാന നഗരത്തിലെ മുഴുവൻ ജനതയുടെയും അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. താങ്കൾ എന്ന് പറയുന്നത് ഈ നഗരത്തിലെ 10 ലക്ഷം വരുന്ന ജനങ്ങളുടെ മാതാവാണ്. ഇവിടെ വന്നു പോകുന്ന ആളും ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെയും മാതാവെന്നുള്ള വലിയൊരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായാണ് അങ്ങ് ആ ചെയറിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേയർ KSRTC ഡ്രൈവർ തർക്കം ഉന്നയിച്ചാണ് BJP അംഗങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലിൽ ബഹളമുണ്ടാക്കുന്നത്. ഈ വിഷയത്തിൽ മേയർ വിശദീകരണം നൽകണമെന്നാണ് BJPയുടെ ആവശ്യം. സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത് മറ്റൊരു വിഷയമാണ്. കൊച്ചി കോർപ്പറേഷൻ മേഖലാ ഓഫീസിലെ ഫീസ് KSEB ഊരി. ഫോർട്ട് കൊച്ചി ഓഫീസിലെ വൈദ്യുതി ബന്ധമാണ് വിച്ഛേദിച്ചത്. 2 ലക്ഷം രൂപ കുടിശ്ശിക വന്നതിനെ തുടർന്നാണ് നടപടി. നവമി ദിനേശ് ചേരുന്നു വിശദാംശങ്ങളുമായി. നവമി, വിവരങ്ങൾ. ഇന്ന് രാവിലെയായിരുന്നു KSEB കോർപ്പറേഷൻ ഓഫീസിലെത്തി ഫ്യൂസ് ഊരിയത്. ഓഫീസിനോട് ചേർന്നുള്ള ഹെൽത്ത് ഓഫീസ്, കുടുംബശ്രീ ഓഫീസ് എന്നീ ഓഫീസുകളിലെയും ഫ്യൂസ് KSEB ഊരിയിട്ടുണ്ട്. ഏകദേശം ബില്ലിൽ കുടിശ്ശിക പ്രകാരം 2 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്, കോർപ്പറേഷൻ അടയ്ക്കാനുണ്ടെന്നാണ് KSEB വിശദീകരിക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് പണം അടയ്ക്കാൻ കഴിയാത്തത് എന്നുള്ളൊരു വിശദീകരണമാണ് കോർപ്പറേഷൻ ഇവിടെ ഉന്നയിക്കുന്നത്. നികുതി അടക്കം അടയ്ക്കാൻ നിരവധി പേരാണ് കോർപ്പറേഷനിൽ രാവിലെ തന്നെ എത്തിയത്. ഈ വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് പിന്നീട് സർവീസുകൾ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. കമ്പ്യൂട്ടറുകൾ അടക്കം പ്രവർത്തിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ പിന്നീട് വന്ന ആളുകളെല്ലാം തിരിച്ചു പോവുകയും അവർക്ക് വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ വലിയ കനത്ത ചൂടാണ്. ഈ ചൂടത്ത് പോലും ജീവനക്കാർ ഇരിക്കേണ്ട ഒരു സാഹചര്യം, പിന്നീട് അവരുടെ പ്രവർത്തനത്തെ തന്നെ ഇത് ആകെ ബാധിക്കുകയും ചെയ്തു. എന്തായാലും എത്രയും വേഗം ഫ്യൂസ് അടച്ചില്ലെങ്കിൽ വൈദ്യുതി വീണ്ടും പുനഃസ്ഥാപിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് KSEB ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നഗരസഭയുടെ ഫോർട്ട് കൊച്ചി അഗതി മന്ദിരത്തിലെ ഫ്യൂസ് അടുത്ത ദിവസം ഊരുമെന്ന് കൂടി ഉള്ളൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടാണ് KSEB ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങിയത്. അഗതി മന്ദിരത്തിലെയും ബില്ലുകൾ ഇനി അടയ്ക്കാനുണ്ടെന്നുള്ളൊരു കാര്യം കൂടി KSEB ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു. എന്തായാലും വലിയൊരു വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത്, നഗരസഭാ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ അനാസ്ഥയാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് അത് കള്ളത്തരമാണ്. സാമ്പത്തികമായി വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നഗരസഭയിൽ നേരിടുന്നില്ല. പിന്നെയുള്ള കോർപ്പറേഷൻ മേഖലാ ഓഫീസിന്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ KSEBയുടെ നടപടി? നവമി, ഈ കോർപ്പറേഷന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം കമ്പ്യൂട്ടറുകൾ അടക്കം പ്രവർത്തിക്കുന്നതിൽ ഇപ്പോൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കാരണം ഈ നികുതി അടയ്ക്കാൻ എത്തുന്നത് ഉൾപ്പെടെ ഉള്ളവരെല്ലാം തിരിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വൈദ്യുതി ഇല്ലാത്തതിനാൽ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നൊരു വിശദീകരണമാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഈ കമ്പ്യൂട്ടർ അടക്കം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അത് ബില്ലുകളൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടർ ഓണായി കിട്ടിയാലേ പറ്റൂ. പക്ഷേ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കമ്പ്യൂട്ടറുകളുമൊക്കെ പണിമുടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം ഈ പണം അടയ്ക്കണം എന്നൊരു നിർദ്ദേശമാണ്
നഗരസഭയിലെ പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്നത്. ഇല്ലെങ്കിൽ ഇനിയുള്ള പ്രവർത്തനത്തെ ഇത് കാര്യമായി തന്നെ ബാധിക്കും. ജീവനക്കാർക്കുൾപ്പെടെ ഓഫീസിനുള്ളിൽ ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. നല്ല ചൂടാണ്. ഈ ചൂടിൽ കറണ്ട് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവിടെ ഉള്ളിലിരുന്ന് ഓഫീസിന്റെ ഉള്ളിലിരുന്ന് ജോലി ചെയ്യുക എന്നൊരു കാര്യം കൂടി ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും തീർച്ചയായും നവമി സൂചിപ്പിച്ചതുപോലെ ഇത് സാധാരണക്കാരായ അവിടെ മറ്റേതെങ്കിലും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടെത്തുന്നവരെ മാത്രമല്ല, ഈ കടുത്ത ചൂടിൽ ജീവനക്കാരെ പോലും വരയ്ക്കുന്ന ഒരു നടപടിയാണ്. 2 ലക്ഷം രൂപ കുടിശ്ശിക വന്നതിനെ തുടർന്നാണ് KSEB വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത്. ഈ താൽക്കാലികമായി കൊച്ചിൻ കോർപ്പറേഷൻ മേഖലാ ഓഫീസിന്റെ പ്രവർത്തനവും താളം തെറ്റിയിരിക്കുകയാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. പ്രീ ഡിഗ്രി